ഓക്കെ, മിസ് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാരും ഒന്ന് എനർജറ്റിക് ആയിട്ട് ഒന്ന് എക്സാം എഴുതാൻ തുടങ്ങി. ഓക്കെ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ബുക്കിലേക്കൊന്നും നോക്കി എഴുതരുത്. മിസ് ഇവിടുന്ന് എല്ലാം കാണും. നിങ്ങൾ വിചാരിക്കരുത് നമ്മളിങ്ങ് ദൂരാണ് അതുകൊണ്ട് ഒന്നും കാണില്ല എന്ന് വിചാരിക്കരുത്. എല്ലാരെയും ശരിക്ക് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അർത്ഥം എഴുതുകയാണ്. അതില് അർത്ഥം എഴുതുകയെന്ന് എഴുതണമെന്നൊന്നുമില്ല. നിങ്ങള് എഴുതുന്നുണ്ടെങ്കിൽ എഴുതാം. അർത്ഥം ഫസ്റ്റ് റോമൻ ലെറ്റർ ഇട്ട് അർത്ഥം എഴുതുകയെന്ന് എഴുതാൻ പറ്റില്ലെങ്കിൽ എഴുതണം. അപ്പോ ഫസ്റ്റ് വൺ അർത്ഥം എഴുതുകയില് അന്യർ, 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 എഴുതിയോ? ഓക്കെ, ആശയെല്ലാം റെഡിയായി. അന്യർ അത് നീറ്റിൽ എഴുതണം. നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കാ വരുന്നത്. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല നീറ്റിൽ ശ്രദ്ധിച്ച് എഴുതുക. അന്യർ അർത്ഥം എഴുതുക അതിന്റെ. ഓക്കെ, നെക്സ്റ്റ് മിടുക്ക്. രണ്ടാമത്തത് മിടുക്ക്, മിടുക്ക്, മിടുക്ക്. ഷെഫി, എന്തേ ഷെഫി? എനി ഡൗട്ട്? മിടുക്ക് എഴുതി കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് വൺ ചങ്ങാതി. മൂന്നാമത്തെ അർത്ഥം എഴുതുകയിൽ മൂന്നാമത്തത് ചങ്ങാതി. കഴിഞ്ഞോ? എന്തേ ഷംബീലെ എഴുതിയോ? ചങ്ങാതി മൂന്നെണ്ണായില്ലേ? നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ പാഠത്തെ പഠിച്ചു തന്നെയാണ് ദിനം, ദിനം. അപ്പൊ 4 എണ്ണം അർത്ഥം എഴുതുക. ഒന്ന് അന്യർ. ആരോൺ, ക്യാൻ യു ഹിയർ മീ? ആരോൺ കെ അജിത്ത്, മിസ്സിനെ കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ, കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും കഴിഞ്ഞോ? കൃപാമേരിക്കൊന്നും ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ആരോൺ ഓക്കെ. കൃപ കേൾക്കുന്നുണ്ടോ? കൃപ കേൾക്കുന്നുണ്ടോ മോളെ? കൃപ മേരി പ്ലീസ് അൺമ്യൂട്ട്. കഴിഞ്ഞോ? എന്തേ ആഷിൻ? എന്താ ഡൗട്ട് ആഷിനെ? ആരോൺ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, ഇപ്പൊ പോയി. നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എന്തേ ആഷിൻ? പ്ലീസ് അൺമ്യൂട്ട് ആഷിൻ. എഴുതി കഴിഞ്ഞോ? രണ്ടാമത്തത് ഫസ്റ്റ് വൺ അന്യർ, സെക്കൻഡ് വൺ മിടുക്ക്, തേർഡ് ചങ്ങാതി, ഫോർത്ത് ദിനം. അപ്പൊ 4 എണ്ണ അതിലുള്ള അർത്ഥം. ആ 4 മിസ് പറഞ്ഞു. ഓക്കെ ഓക്കെ, പഠിച്ചിട്ടില്ലേ? നിഹാൽ കഴിഞ്ഞ മോനെ? എന്തേ ഷംബീലെ?
ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. രണ്ടാമത്തേല് അർത്ഥം എഴുതുക കഴിഞ്ഞു, 4 എണ്ണം. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. ഓപ്പോസിറ്റ് വേർഡ് ആണ്, വിപരീത പദം എഴുതുക. രണ്ടാമത്തെ അതില് ഇഷ്ടം, ഇഷ്ടം വിപരീത പദം എഴുതുക. അതിൽ രണ്ടാമത്തേല് ഫസ്റ്റ് വൺ ഇഷ്ടം. ഇഷ്ടം. കഴിഞ്ഞോ? ഓക്കെ, അപ്പോ ആദരം പറഞ്ഞു അല്ലെ? ഓപ്പോസിറ്റ് വേർഡിൽ രണ്ടാമത്തെ ആദരം. എല്ലാവരും എഴുതിയോ? നെക്സ്റ്റ് വൺ വിഷ്ണു ആദരം. നെക്സ്റ്റ് മറവി. നെക്സ്റ്റ് വൺ മറവി. ഓക്കെ, ഓക്കെ, ഫിനിഷ്. സിനാൻ, good morning. Why are you late? Take your rough book. ഓക്കെ, അപ്പൊ 3 എണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ? മറവി. നെക്സ്റ്റ് ഒന്നുകൂടി തെറ്റ്. തെറ്റ്, ഫോർത്ത് വൺ തെറ്റ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനില് ഓപ്പോസിറ്റ് വേർഡ് എഴുതുകയില് 4 എണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ? ഫിനിഷ്. ഓക്കെ, ആഷൻ ഫിനിഷ്. ദേവാഞ്ജന ഓക്കെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ റോമൻ ലെറ്റർ മൂന്നാമത്തതില് പിരിച്ചെഴുതുകയാണ്. പിരിച്ചെഴുതുക. അപ്പൊ ആദ്യത്തത് അർത്ഥം എഴുതുക, രണ്ടാമത്തെ വിപരീത പദം എഴുതുക, മൂന്നാമത്തത് പിരിച്ചെഴുതുക. ഓക്കെ, അപ്പോഴെനിക്ക്. അപ്പോഴെനിക്ക് ഫസ്റ്റ് വൺ പിരിച്ചെഴുതുകയില് ഫസ്റ്റ് വൺ എന്താ? ഷമീലെ ബോധം കിട്ടു വീണോ? ഷമീലിന് ഞെട്ടിപ്പോയി കേട്ടു. അപ്പോഴെനിക്ക്. ഓക്കെ, എഴുതിയോ? അപ്പോഴെനിക്ക്. അൽനാഗസ്നി എക്സാം എക്സാം ആണല്ലേ? ഓക്കെ, ആ ഞാൻ ഫോൺ കട്ടാക്കി. ഓക്കെ, അപ്പോഴെനിക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് കേട്ടെഴുതുക. 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 പിരിച്ചെഴുതുകയാണ് വേണ്ടത്. കേട്ടെഴുതുക എന്നുള്ളത് പിരിച്ചെഴുതണം. ഓക്കെ, ആരോൺ കഴിഞ്ഞോ? ആരോൺ എന്റെ ഇടയ്ക്ക് നെറ്റ് പ്രോബ്ലം ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ ആരോണേ? പ്ലീസ് അൺമ്യൂട്ട് ആരോൺ. കേൾക്കുന്നില്ല അവർക്ക്. നെക്സ്റ്റ് ഫിനിഷ് അല്ലെ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. ഉത്തരം എഴുതുകയാണ്. ഉത്തരം എഴുതുകയില് ഫസ്റ്റ് വൺ ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമെന്ത്? ഉത്തരം എഴുതുകയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമെന്ത്? പിരിച്ചെഴുതാൻ 2 എണ്ണം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ഉത്തരം എഴുതുകയില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമെന്ത്? ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട് അല്ലെ? അത് എഴുതണം. സിനാൻ ഒന്ന് ക്ലിയർ ഇല്ല. ഇവർക്ക് എക്സാം ഇടുമ്പോ എല്ലാവർക്കും ഒന്നും ക്ലിയർ ഇല്ല.
ടീച്ചർ എന്താ എഴുതണ്ടേ? ഇവിടെ എക്സാം ആയിരുന്നു. മോൻ ലേറ്റ് ആയില്ലേ വരാൻ, അതുകൊണ്ടാണ് ഒന്നും മനസ്സിലാവാതിരുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യും? കഴിഞ്ഞ എക്സാമിനും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് അല്ലേ? മോനെ കൃത്യസമയത്ത് ക്ലാസ്സിൽ എത്താൻ നോക്കും മോനെ. ടീച്ചറുടെ റേഞ്ചിന്റെ പ്രോബ്ലം. അത് തോന്നുന്നുണ്ട് എനക്ക്. ഈ ആരോണ്യം ഉണ്ട്, അതുപോലെ കുറച്ച് കുട്ടിയൊക്കെ ഉണ്ട്, കൃപാമേരി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സെറ കഴിഞ്ഞോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും വരുമല്ലോ വീണ്ടും. ഓക്കെ, ഒന്നാമത്തെ, ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്ത്? ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമെന്ത്? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞോ കേട്ടോ. എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ, മിസ് അൺമ്യൂട്ട് ചെയ്ത് തരാം. ആൻഡ്രോസ് അൺമ്യൂട്ട് ചെയ്തോ. തോന്നി മോളെ, എന്ത് ചെയ്യാനാ നെറ്റില്ലാതിരുന്ന. എന്നോട് പറയുമ്പോ ക്ലാസ് കഴിയുമല്ലോ. അർത്ഥം എഴുതുകയാണേ. അർത്ഥം എഴുതുകയില് ഇതില് ഞാൻ യൂട്യൂബിൽ ഇടുമല്ലോ, അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് എഴുതുക കേട്ടോ എക്സാം. ഓക്കെ, ഇപ്പൊ ഇത് പറയാൻ സമയം ലേറ്റ് ആവില്ലേ? അർത്ഥം എഴുതുകയിൽ ഞാൻ 4 എണ്ണം പറഞ്ഞു. 1 അന്യർ, 2 മിടുക്ക്, 3 ചങ്ങാതി, 4 ദിനം. പിന്നെ വന്നിട്ട് ഓപ്പോസിറ്റ് വേർഡ് വിപരീതോദം എഴുതാനാണ്. 1 ഇഷ്ടം, 2 ആദരം, 3 മറവി, 4 തെറ്റ്. അങ്ങനെ 4 എണ്ണം പറഞ്ഞു. പിന്നെ പിരിച്ചെഴുതുകയാണ്. അപ്പോഴെനിക്കും കേട്ടെഴുതുക, 2 എണ്ണം പിരിച്ചെഴുതാൻ പറഞ്ഞു. നെക്സ്റ്റ് ഉത്തരം എഴുതുകയാണ്. അൺമ്യൂട്ട് ചെയ്തോ നിഹാലെ. ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്ത്? ഫിനിഷ്. കഴിഞ്ഞോ? എന്തേ ദേവേന്ദ്ര, കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എഴുതിയാൽ മതി നിങ്ങള്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ. സ്കൂളിൽ ഗാന്ധിജിയുടെ ചങ്ങാതിമാർ ആരായിരുന്നു? സ്കൂളിൽ ഗാന്ധിജിയുടെ ചങ്ങാതിമാർ ആരായിരുന്നു? ജറാ വേഗം എഴുത്. സ്കൂളിൽ ഗാന്ധിജിയുടെ ചങ്ങാതിമാർ ആരായിരുന്നു? സിനാനെ, ഇത് വൈകുന്നേരമായിട്ട് യൂട്യൂബിൽ നിന്ന് കേട്ടിട്ട് എക്സാം ഒന്ന് എഴുതി നോക്കണം കേട്ടോ. എഴുതിയിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ സിനാനെ. സിനാൻ ഈ ക്വസ്റ്റ്യനോ യൂട്യൂബിൽ ഇടും, ഓഡിയോയും ഇടും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇതിന്റെ ഓഡിയോ സെൻഡ് ചെയ്യും, വീഡിയോ സെൻഡ് ചെയ്യും. അതുപോലെ പോരെ ആൻഡ്രോസേ? ഓക്കെ, കഴിഞ്ഞു അല്ലേ? പിന്നെ നിഹാലിനും പോയി തോന്നുന്നു. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അല്ലേ? എഴുതിയോ? സ്കൂളിൽ ഗാന്ധിജിയുടെ ചങ്ങാതിമാർ ആരായിരുന്നു? എഴുതിയല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയേ. ചെറുത് മതിയല്ലേ, വലുതിട്ടാലും ശരിയാവില്ല. അന്യരോട് സംസാരിക്കാൻ ഗാന്ധിജി മടിച്ചത് എന്തുകൊണ്ട്? അന്യരോട് സംസാരിക്കാൻ ഗാന്ധിജി മടിച്ചത് എന്തുകൊണ്ട്? അന്യരോട് സംസാരിക്കാൻ ഗാന്ധിജി മടിച്ചത് എന്തുകൊണ്ട്? ഇപ്പൊ എക്സാം എഴുതാത്ത കുട്ടികള് എന്തായാലും ഇത് കേട്ടിട്ട് എക്സാം എഴുതണേ. ഓക്കെ,
അന്യരോട് സംസാരിക്കാൻ ഗാന്ധിജി മടിച്ചത് എന്തുകൊണ്ട്? അന്യരോട് സംസാരിച്ച ഗാന്ധിജി മടിച്ചത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ ആൻഡ്രോസ്? ആൻഡ്രോസ് അവിടുന്ന് ഉത്തരം പറയുന്നുണ്ട്. അന്യരോട് സംസാരിച്ചാൽ അവർ തന്നെ കളിയാക്കിയാലോ എന്ന ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇവരൊക്കെ കേട്ട് എഴുതും ഇപ്പൊ പറഞ്ഞാല് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ഒരു കാര്യം, നമുക്കൊരു ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എന്നാ എഴുതി സെൻഡ് ചെയ്യണേ സിനാനെ. ഇനി അടുത്ത ക്ലാസ് മുതൽ എല്ലാ വിഷയത്തിനും എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്താൻ ശ്രമിക്കുക കുട്ടികളെ. നെറ്റ് പ്രോബ്ലം ഉണ്ടാവും, അത് ശരിയാണ്. പറ്റുന്നത്ര നമ്മളെ ക്ലാസ് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഒരു 2 മിനിറ്റ് മുമ്പേ ശ്രമിക്കുക. ഓക്കെ. കുറെ പേർക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ട്, വല്ലാതെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതിപ്പോ തന്നെ എഴുതി കഴിഞ്ഞവര് മിസ്സിന്റെ പേഴ്സണലിലേക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, എഴുതി കഴിഞ്ഞ ഉടനെ കേട്ടോ. ആരാ പറഞ്ഞേ? ആൻഡ്രോസോ ദേവാഞ്ജനയാ? എന്താ മോളെ? ഓഫീസിൽ പോയോണ്ട് കുഴപ്പമില്ല, ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ, എന്താ ഷമീലിന് ചോദിക്കാനുള്ളത്? രണ്ടെല്ലാം 3 പറഞ്ഞില്ലേ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ? ഒന്ന്, ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്ത്? 2, സ്കൂളിൽ ഗാന്ധിജിയുടെ ചങ്ങാതിമാർ ആരായിരുന്നു? 3, അന്യരോട് സംസാരിക്കാൻ ഗാന്ധിജി മടിച്ചത് എന്തുകൊണ്ട്? 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ആ വലിയ ക്വസ്റ്റ്യൻ മിസ് ഇട്ടിട്ടില്ല, അത് ഇടണമെന്ന് വിചാരിച്ചാണ്, ഇപ്പൊ ടൈം കഴിഞ്ഞു പോയി. ഓക്കെ, ഫിനിഷ് അവര് ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യണം കേട്ടോ. ആരും പിന്നെ അവിടെ വെക്കണ്ട, വേഗം സെൻഡ് ചെയ്ത് തരണം. ചേച്ചിയുടെ ടീച്ചർ അല്ലേ? ഓക്കെ, ഫിനിഷ് ആയോ എല്ലാവർക്കും?